ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു വ്യത്യസ്തപരമായിട്ടുള്ളൊരു സൈക്കിളിനെ കുറിച്ചാണ് കേട്ടോ. ഞാനും ഇത് ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പം നിങ്ങളൊന്ന് ഇതൊന്ന് പരിചയപ്പെടുത്താൻ എനിക്കൊരു വലിയൊരു ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ എനിക്ക് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പേ എനിക്ക് 20K സബ്സ്ക്രൈബേഴ്സ് ഏതാനും മാസങ്ങൾക്കുള്ളിൽ എനിക്ക് ആയിട്ടുണ്ട്. അതിന് ആദ്യമായിട്ട് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോടും എൻ്റെ വ്യൂവേഴ്സിനോടും ഞാൻ നന്ദി പറയുന്നു. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പേ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പ്രവേശിക്കാം. ഓക്കെ ഫ്രണ്ട്സ്, ഞാൻ ഈ സൈക്കിളിൻ്റെ ഭാഗങ്ങളെ കുറച്ച് വ്യത്യസ്ത തന്നെ ഉണ്ട് നമ്മുടെ സാധാരണ സൈക്കിളിൽ നിന്ന്. ഉദാഹരണം പറയാം, ഇവിടെ ചെയിൻ കാണാമല്ലോ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കാം. എന്താണ് ഇവിടെ നോക്കി നോക്കൂ, ചെയിന് കാണാനല്ല. അത് നമുക്ക് ചെയിൻലെസ് സൈക്കിൾ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മുടെ ഒരു മോനാണ്. മോൻ്റെ പേരെന്താണ്? സെല എന്ന് പറഞ്ഞാൽ സെല മോൻ്റെ ഫാദറാണ്. അതിൻ്റെ പ്രത്യേകതകളൊക്കെ അവൻ പറഞ്ഞു തരും. ഇതിന് എന്താ സംഭവം എന്താ വെച്ചാൽ നമ്മുടെ സാധാരണ ഒരു ചെയിനാണല്ലോ വരാറുള്ളത്. ഇത് എങ്ങനെയാണ് സംഭവം? ഇല്ല, ചെയിൻ പകരം ഷാഫ്റ്റാണുള്ളൂ. ഇവിടുന്ന് സാധാ ഇവിടെ വലിയ ചെയിന് ബദല് ഷാഫ്റ്റ് അല്ലേ? അപ്പൊ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ പറയാൻ പറ്റും. നമ്മൾ ഈ ഒരു ലോറിയുടെ ഒരു ആക്സിലൊക്കെ ഉപയോഗിച്ചിട്ട് ആക്സിലാണ് ഇത്. ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു ആക്സിലാണ് വരേണ്ടത്. ഓക്കെ. പിന്നെ ഇവിടെ ഇതിന് ഈ സൈക്കിളിന് ഇപ്പൊ ഉള്ളത് 3 ഗിയറുകളാണ്. ഓക്കെ. ഇതിന് ഈ 3 ഗിയറുകളും ഈ ഹബിന്റെ ഉള്ളിലാണ് ഉണ്ടാവുന്നത്. ചെയിനാണ് അത് ഊരി. നമ്മള് സാധാരണ സൈക്കിളിനാണെങ്കിൽ അത് പുറത്തൊരു അല്ലേ? ഇത് ഇൻബിൽറ്റ് എന്നൊക്കെ പറയാം. ഇതിന്റെ ഉള്ളിലാണ് ആ 3 ഗിയറുകൾ. 3 ഗിയറായിട്ട് ഇത് നന്നായിട്ടൊരു വ്യത്യസ്തമായിട്ട് തന്നെ നമുക്ക് പറയാം ഈ ഒരു കാര്യം. ഇപ്പൊ സൈക്കിളിന്റെ കാര്യം പറയുന്നത് സാധാരണ നമ്മള് ചെയിൻ ഉപയോഗിച്ചിട്ടാണല്ലോ നമ്മളെ കാലിന്റെ ഉള്ളിൽ കൊടുക്കും, അത് അഴിഞ്ഞു പോകും. അങ്ങനെ ആ ഒരു പ്രയാസമൊന്നും ഉണ്ടാവില്ല. ഇനി ഇതിന്റെ ഒരു വ്യത്യസ്തമായിട്ടുണ്ട് കേട്ടോ ലേഡീസ് സൈക്കിള്. അത് നമുക്ക് അവർക്ക് കയറാൻ വേണ്ടിയിട്ട് ഇത് ഒഴിവായിട്ട് ഈ ചെയിൻലെസ് ഉണ്ട്. പക്ഷെ ഇതിന്റെ പകുതി റേറ്റേ വരുള്ളൂ. അങ്ങനെ ഒരു മാറ്റം വരുന്നുണ്ട്. പിന്നെ നമുക്ക് അടുത്തൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ബ്രേക്ക് സിസ്റ്റം അതെങ്ങനെ വരുന്നത്? ബ്രേക്ക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇത് ഹൈഡ്രോളിക് ആണ്. സാധാരണ ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു കേബിളാ പോവാ. കേബിൾ ഒരു കമ്പിയൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ടാവും. ഇത് ഹൈഡ്രോളിക് ആണ്. ബൈക്കുമലൊക്കെ നോക്കിയാൽ കാണാം. ഇതിന്റെ ഓയിലിന്റെ ചെറിയൊരു ക്യാനാണ്. നമ്മൾ സാധാരണ ഒരു എന്തൊരു കേബിളിംഗ് ഒക്കെ ഉപയോഗിച്ചിട്ട് സിമ്പിൾ ആയിട്ട് ടൈറ്റ് ചെയ്ത് അത് നമ്മുടെ ബൈക്കിന് ഹൈഡ്രോളിക് ഓയിലൊക്കെ കൊടുത്തിട്ട് ഒന്നൊന്നുകൊണ്ട് വരും. ഓയിലിന്റെ ഭാഗങ്ങളാണ് ഈ കാണിക്കുന്നത്. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് നമ്മുടെ ബൈക്കിന്റെ സെയിം ബ്രേക്ക് സിസ്റ്റം ഇത് ഈ ഓയിൽ പൈപ്പാണിത്. സാധാരണ ഇത് കേബിളിന്റെ പൈപ്പാണ്. സാധാരണ കേബിൾ ആയിരിക്കും. ഇത് ഓയിൽ പൈപ്പാണ് അല്ലേ? ഓക്കെ. ഇതിന്റെ കാലിബർ ബൈക്കിനൊക്കെ ഉള്ള മാതിരി കാലിബർ ഉണ്ടോ? അതേമാതിരി ബാക്കിലും. അതെ, ബാക്കിലും അതുപോലെ. അപ്പൊ ഫ്രണ്ടിലും നമുക്ക് ബ്രേക്ക് ഡിസ്ക് ഉണ്ട്, ബാക്കിലും ഡിസ്ക് ഉണ്ട്. നമ്മൾ സാധാരണ ഒരു സൈക്കിളിന്റെ ഒരു വ്യത്യസ്തമായിട്ട് അല്ല, ഇത് നമ്മുടെ ഓയിൽ വെച്ചിട്ടാണ്. നമ്മുടെ ബൈക്കിന്റെ ഒക്കെ ഒരു ബ്രേക്ക് സിസ്റ്റം. കമ്പനി തന്നെ ഇത് ഓയിൽ അല്ലാത്ത കേബിളിന്റെ ടൈപ്പുള്ള ബ്രേക്ക് സിസ്റ്റവും അവൈലബിൾ ആണ്. വില കുറയും. ഓഹോ, 3000 രൂപേന്റെ കുറച്ച്. ഇനി അടുത്ത നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് ഷോക്ക് ഓബ്സർ എന്താ സംഭവം? എന്താണ് വരുന്നത് ഷോക്ക് ഓബ്സർ? ഇതിപ്പം ആക്ഷൻ ഉണ്ടാവും. കണ്ടോ? ബ്രേക്ക് പിടിച്ചാൽ ഒരു ആക്ഷൻ ഉണ്ട്. ഓക്കെ. അപ്പോൾ അത് ആക്ഷൻ വേണ്ടെന്നുണ്ടെങ്കിൽ ഇത് ആക്ഷൻ ഓഫ് ചെയ്യും. നമുക്ക് എന്ത് ചെയ്യാം, കൂടുതൽ ലോഡൊക്കെ ഉണ്ടെങ്കിൽ ആക്ഷൻ കുറക്കണമെങ്കിൽ കൂട്ടണമെങ്കിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം അല്ലേ? പിന്നെ അടുത്ത് നമുക്ക് എന്താ ഇതിനൊരു പ്രത്യേകത പറയാനുള്ളത്? നമുക്ക് അതെ, ലൈറ്റിംഗ് അല്ലേ? ഫ്രണ്ട്സ്, ഇതിന്റെ നമുക്ക് ഗിയർ സിസ്റ്റം 3 ഗിയറാണ് വരുന്നത്. ഇത് മാർക്കറ്റിൽ ഇപ്പോൾ 5 ഗിയറിലൊക്കെ നമുക്ക് ലേറ്റസ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇത് സിമ്പിളാണ് കേട്ടോ. നമ്മൾ സാധാരണ സൈക്കിളിന്റെ ഒരു ആ ലെവലിലൊന്നും നല്ലത് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവന് എക്സ്ട്രാ ചെയ്തതാണ്. ഇതിപ്പോൾ സാധാരണ നമ്മളെ സൈക്കിളൊന്നും ഉണ്ടാവില്ല. ഇതൊരു ടച്ചാന്ന് തോന്നുന്നുണ്ട്. ഒരു ലൈറ്റ് നമുക്ക് ഡിമ്മും ബ്രൈറ്റും നമുക്ക് ഇൻഡിക്കേഷനൊക്കെ വരാൻ വേണ്ടിയിട്ട് ഇത് ലോങ് പ്രസ് ചെയ്യാം. ഒന്ന് നോക്കി നോക്കൂ. ഇപ്പോൾ ലൈറ്റ് വന്നു. അത് നമ്മൾ അടുത്ത ഓരോ സ്റ്റേജിക്കും നമുക്ക് മാറ്റാം. ഓക്കെ. ഇത്തരത്തിലേക്ക് ഒരു വ്യത്യസ്തമായിട്ട് തന്നെ കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കിൽ നമുക്ക് ബ്രേക്ക് ലൈറ്റ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ചെയ്തിട്ടുണ്ട്. അത് അവന് സെപ്പറേറ്റ് ചെയ്താണ്, സൈക്കിളിൻ്റെ കൂടെ ഉണ്ടാവില്ല. എന്തായാലും നമുക്ക് ചെയിന് നമ്മൾ പൊട്ടിയിട്ട് നമ്മൾ ഊരിച്ചാടുക അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പ്രോബ്ലങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ. അപ്പോൾ അത്തരത്തിലൊന്നും വരില്ല. നമുക്ക് എന്തായാലും ഇത് നല്ലൊരു വൃത്തിയായിട്ട് നമ്മൾ ദേഹത്തൊന്നും ഒരു ഗ്രീസോ കാര്യങ്ങളൊന്നും ആവാതെ ഇത് പുതിയൊരു ടെക്നോളജിയാണ് കേട്ടോ. അത് തന്നെ പറയാം. അത് ടയറിൻ്റെ കാര്യങ്ങളിലായാലും ടയർ ഇത് ട്യൂബ്ലെസ് ആണോ? അല്ലല്ലേ? ഓക്കെ. അത് ടയറൊക്കെ നമ്മൾ നോർമൽ ടയറുകളൊക്കെ ആയിട്ട് വെച്ചിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഏതായാലും ഇത് എനിക്ക് കണ്ട് നല്ലൊരു പുതുമ കണ്ടിട്ട് തന്നെ ഞാനിത് നമ്മളടുത്ത് ഉള്ളൊരു ബാബുഖാൻ്റെ മോനാണ്. മോൻ്റെ പേരെന്താ ഒന്നുകൂടി ചോദിക്കുക? സെല. നമ്മൾ ഇപ്പോൾ ക്യാമറ എടുക്കുന്ന ആളും അവരൊപ്പം പഠിക്കുന്ന ക്ലാസ്മേറ്റും കൂടിയാണ് കേട്ടോ. അതിൻ്റെ ജ്യേഷ്ഠൻ്റെ കുട്ടിയാണ് വീഡിയോ എടുക്കുന്നത്. ഏതായാലും ഇത് വ്യത്യസ്തമായിട്ട് തോന്നിയത് കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇത്തരത്തിൽ വന്നിട്ടുള്ളത്.
ഓക്കെ ഫ്രണ്ട്സ്, ഞാനിതൊന്ന് സൈക്കിളൊന്ന് ഓടിച്ചു നോക്കട്ടെ. ഇതിപ്പോൾ ഇത്രയും വിലയുള്ള സംഭവങ്ങളൊക്കെ ആണല്ലോ. അപ്പോൾ ഇത് ഓടിച്ചു നോക്കിയിട്ട് ഇതിൻ്റെ എന്താ ഒരു പ്രത്യേകത കാര്യങ്ങളൊക്കെ ഞാനൊന്ന് നോക്കട്ടെ. ഒന്നുകൂടെ വരും. ഇതിലെനിക്ക് ഈ ഓടിച്ചപ്പോൾ നമ്മൾ സാധാരണ സൈക്കിളുമായിട്ട് എനിക്ക് മാറ്റം തോന്നിയത് ഒന്നും കൂടി നമ്മുടെ ഈ ചെയിനായിട്ട് നമ്മൾ ചവിട്ടുമ്പോൾ അതിലേറെ ഒന്നും കൂടി സ്മൂത്തായിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. കാരണം ഇത് നമ്മളൊരു ആക്സിലാണ്, നമ്മുടെ ലോറിയുടെയൊക്കെ ഉള്ളിൽ വരുന്നുണ്ടല്ലോ ആ ഗിയർ സിസ്റ്റം, നമ്മളെ കറങ്ങുന്ന സിസ്റ്റം, ആ ഒരു സിസ്റ്റമാണ് ഇവർ ഉപയോഗിച്ചിരിക്കുന്നത് ഇതിൻ്റെ സൈക്കിളിൻ്റെ. അതുതന്നെ നമുക്കിതിൽ ഏറ്റവും കൂടുതൽ ഒരു പ്രത്യേകതയായിട്ട് പറയാം. പിന്നെ എനിക്ക് പറയുന്നത് ഈ ബ്രേക്കിംഗ് സിസ്റ്റം ഒക്കെ ഉണ്ടല്ലോ, സ്മൂത്താണ്. നമ്മുടെ ബൈക്കിൻ്റെയൊക്കെ ബ്രേക്ക് പിടിക്കുന്ന ആ ഒരു സെയിം ഫീലാണ്, കൂടുതൽ ടൈറ്റും കാര്യങ്ങളും ഒന്നുമില്ല. പിന്നെ ഫ്രണ്ട്സ്, എനിക്ക് അതിൻ്റെ കൂട്ടത്തിലൊരു കാര്യം കൂടിയും പറയാനുള്ളത്, ഇതിൻ്റെ റേറ്റിൻ്റെ കാര്യം നോക്കുമ്പോൾ നമ്മുടെ സാധാരണ സൈക്കിൾ വരുന്നുണ്ടല്ലോ, സാധാരണ ബൈസൈക്കിൾ, അതിൻ്റെ ഒരു 3-4 ഇരട്ടി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം ഇതിന് വില വരുന്നത് 50,000 രൂപയുടെ മേലെയാണ് വരുന്നത്. അപ്പോൾ സാധാരണക്കാർ നമ്മൾ ഇത് പ്രയാസപ്പെട്ടിട്ടൊന്നും വാങ്ങിപ്പിക്കരുത് കേട്ടോ, കുട്ടിയോടാണ് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്. പിന്നെ ഇതിൻ്റെ ലേഡീസ് സൈക്കിൾ വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടാവും, വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടാവും. അതിനെന്താ ചോദിച്ചാൽ പ്രത്യേകിച്ച് ഇതിൻ്റെ പകുതി റേറ്റേ വരുന്നുള്ളൂ. കാരണം അവർക്ക് എന്താ വെച്ചാൽ ഈ ചെയിന് ഇതാവുന്നതും അത് അഴിയുന്നതും അതൊക്കെ ആയിട്ടുള്ളൊരു മാറ്റം നമുക്ക് വരും. അതിന് ഇതിൻ്റെ പകുതി റേറ്റേ വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഞാനിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് ലൈക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഏതായാലും ഈ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ബൈ ഫ്രണ്ട്സ്.